ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ക്രോഷറ്റ് പോട്ട് സീരീസിൻ്റെ 4th എപ്പിസോഡാണിന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് മേക്ക് ചെയ്യുന്നത് ഒരു ഐറിസ് സ്റ്റിച്ച് പൗച്ചാണ്. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. സോ ഇത് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ആസ് യൂഷ്വൽ ആക്രിലിക് യാണാണ്. പിന്നെ അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു 4mm ഹൂക്ക്, പിന്നെ ഒരു നീഡിൽ, പിന്നെ നമുക്ക് സ്റ്റിച്ച് മാർക്ക് ചെയ്യാനായിട്ട് കുറച്ച് സ്റ്റിച്ച് മാർക്കേഴ്സും. സോ ഫസ്റ്റ് നമ്മൾ സ്ലിപ്പ് നോട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇടുക. അതിനുശേഷം നമുക്ക് ചെയിൻ ചെയ്യാം. അപ്പോൾ ഇനി മൾട്ടിപ്പിൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് 27 ചെയിനാണ്. അപ്പോൾ ഞാൻ 4 മൾട്ടിപ്പിളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു 3 ചെയിൻസും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ 27 ചെയിൻസ്. അപ്പോൾ ചെയിൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 2 ഡബിൾ ക്രോഷേ ആണ് ചെയ്യേണ്ടത്. അതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് 5th ചെയിനിലാണ്. അതായത് 4 ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് 5th ചെയിനിൽ, ഹുക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 5th ചെയിനിൽ നമ്മൾ 2 ഡബിൾ ക്രോഷേ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് സ്റ്റിച്ചിലാണ് ചെയ്യുന്നത്. So yarn over, pull through the loop, yarn over, pull through 2 loops. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് 2 times ഡബിൾ ക്രോഷേ സെയിം സ്റ്റിച്ചിൽ തന്നെ ചെയ്യാം, സെയിം ചെയിൻ തന്നെ ചെയ്യാം. എന്നിട്ട് ചെയിൻ 1 ചെയ്യാം. ഓക്കെ, 2 ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം നമ്മൾ ചെയിൻ 1 ചെയ്തു. എഗെയിൻ നമ്മൾ 2 more ഡബിൾ ക്രോഷേ ഇൻ ദ സെയിം ചെയിൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതാണ് നമ്മുടെ ഐറിസ് സ്റ്റിച്ച്. ഇനി നമുക്ക് നെക്സ്റ്റ് ഐറിസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 4th ചെയിനിൽ നമ്മൾ എഗെയിൻ റിപ്പീറ്റ് ചെയ്യാം ഐറിസ് സ്റ്റിച്ച്. അതായത് 2 ഡബിൾ ക്രോഷേ, ചെയിൻ 1 2 ഡബിൾ ക്രോഷേ. സോ എഗെയിൻ നമുക്ക് 3 ചെയിൻ സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് 4th ചെയിനിൽ നമ്മൾ ഐറിസ് സ്റ്റിച്ച് ചെയ്യാം. ടിൽ നമ്മൾ എൻഡ് വരെ ചെയ്യാം. അതിന് നമ്മൾ 3 ചെയിൻസ് സ്കിപ്പ് ചെയ്ത് ഈ ഒരു എൻഡ് വരെ വരുമ്പോൾ ലാസ്റ്റ് നമുക്ക് ഒരു 2 ചെയിൻസ് വരും പെയിൻറ്റിങ്. അതിൽ നമ്മൾ എൻഡ് കാണുന്ന ലാസ്റ്റ് ചെയിനിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷേ കൊടുത്താണ് റോ ഫിനിഷ് ചെയ്യുന്നത്. ഒരു ഡബിൾ ക്രോഷേ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ.
സോ നമ്മൾ ഈ ഒരു റോ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് റോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ചെയിൻ 3 ചെയ്യണം. ചെയിൻ 3 ചെയ്തിട്ട് വർക്ക് ടേൺ ചെയ്യാം. ഓക്കെ, നമ്മൾ വർക്ക് ടേൺ ചെയ്തു. ഇനി നമുക്ക് അതായത് നെക്സ്റ്റ് ഐറിസസ് ചെയ്യാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അത് നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 2 ഡബിൾ ക്രോഷ്യ ചെയ്തില്ലേ, അതിൻ്റെ നടുക്ക് കാണുന്ന ആ ഒരു മിഡിൽ സ്പേസിലാണ് നമ്മൾ നെക്സ്റ്റ് ഐറിസ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് 2 ഡബിൾ ക്രോഷ്യ ചെയിൻ 1 2 ഡബിൾ ക്രോഷ്യ, ദറ്റ് ഈസ് ഐറിസ് സ്റ്റിച്ച്. സോ ഇത് ടിൽ എൻഡ് വരെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ഐറിസ് സ്റ്റിച്ചിൻ്റെ ആ ഒരു സ്പേസിൽ, മിഡിലുള്ള സ്പേസിൽ നമ്മൾ ഫുൾ ഐറിസ് സ്റ്റിച്ച് തന്നെ ചെയ്യാം. സോ നമ്മൾ എൻഡ് വരെ ചെയ്തു. ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ ആ ഒരു കാണുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ കൊടുത്ത് ഫിനിഷ് ചെയ്യാം. നിങ്ങൾ ആ സ്പേസ് കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മൾ കണ്ടിന്യൂവലി നമ്മൾ റോ ചെയ്യുമ്പോഴത്തേക്ക് ആ ഗ്യാപ്പിൻ്റെ ഒരു ഇതും മാറിക്കോളും. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ 1 ഡബിൾ ക്രോഷ്യ കൊടുത്ത് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ ചെയിൻ 3 ചെയ്ത് എഗെയിൻ ടേൺ ചെയ്യാം. ചെയ്തിട്ട് ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. സോ നമ്മൾ 9 റോസാണ് ചെയ്തത്. അപ്പോൾ 9 റോസ് കംപ്ലീറ്റഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ചെയിൻ 1 ചെയ്തിട്ട് യാൺ കട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു ഇത് സ്റ്റെപ്പ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ജോയിൻ ചെയ്യണം. അതിനായിട്ട് രണ്ടായിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തിട്ട് എഡ്ജ് ഒന്ന് ജസ്റ്റ് രണ്ടും ഒരുപോലെ ആക്കിയിട്ട് നമുക്ക് നീഡിൽ വെച്ചിട്ട് തന്നെ നമുക്ക് അതൊന്ന് ജോയിൻ ചെയ്യാം. അപ്പം നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഈ ഒരു സൈഡിൽ, ദെൻ ബോട്ടമാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ആദ്യം ഈ ഒരു എഡ്ജിൽ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മുടെ യാണ് പുള്ളി ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളത് ടൈ ചെയ്യുന്നത് നോട്ട് ചെയ്താണ് ടൈ ചെയ്യുന്നത്. ഒരു 2-3 പ്രാവശ്യം ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് അതൊന്ന് യാണ് അതിൽ അറ്റാച്ച് ചെയ്ത് ടൈ ചെയ്യാം. ഓക്കെ, നമ്മൾ 2-3 ടൈംസ് ടൈ ചെയ്തിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നീഡിലിൽ ഈ ഒരു യാൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് യാൺ ലെങ്തായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നീഡിൽ വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്യൂ ചെയ്തെടുക്കാം. ലാസ്റ്റ് നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ 2 ടൈംസാണ് ചെയ്തത്. പുള്ളി ചെയ്തെടുക്കാം. സോ 2 ടൈംസ് നമ്മളവിടെ ചെയ്തു. ദെൻ അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് കാണുന്ന ഒരു സ്പേസില്ലേ, നെക്സ്റ്റ് കാണുന്ന സ്പേസ് ചെറിയൊരു സ്പേസാണ്. ആ ഒരു സ്പേസിൽ നമ്മൾ എഗെയിൻ 2 ടൈംസ് യാണ് ചെയ്യുക പുള്ളി ചെയ്ത്.
സോ ടിൽ എൻഡ് വരെ 2 ടൈംസ് ഞാൻ പുള്ളി ചെയ്ത് നമ്മളത് ആ ഒരു ഇത് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ബോട്ടമാണ് ചെയ്യേണ്ടത്. ബോട്ടത്തിൽ നമുക്ക് സെയിം കോർണറിൽ നമ്മൾ ഇതുപോലെ തന്നെ ഞാൻ ചെയ്യാം 2 ടൈംസ് പുള്ളി ചെയ്തിട്ട്. ഈ ഒരു എഡ്ജിൽ നമുക്ക് 3 ടൈംസ് ചെയ്യാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പ് വലുതായതുകൊണ്ട് നമുക്കൊരു 3 ടൈംസ് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് കാണുന്ന ഒരു ചെറിയ ഗ്യാപ്പിൽ നമ്മൾ 2 ടൈംസേ ചെയ്യുന്നുള്ളൂ യാൺ പുള്ളി ചെയ്ത്. പിന്നെ എഗെയിൻ നമ്മൾ കാണുന്ന ഒരു ബിഗ് സ്പേസ് ആണ്, ആ സ്പേസിൽ നമ്മൾ 3 ടൈംസ്. അങ്ങനെ ടിൽ എൻഡ് വരെ ചെയ്യാം. സോ എൻഡ് വരെ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ആ എൻഡിങ് കുറച്ച് ഫിനിഷിങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് പുള്ളി ചെയ്തെടുത്ത് സ്ലിപ്പ് നോട്ട് ഇടും, അല്ലെങ്കിൽ ചെയിൻ 1 ചെയ്താണെങ്കിൽ നമുക്കൊന്ന് സെക്യൂർ ചെയ്യാം യാന്. എന്നിട്ട് ഒരു 1-2 ടൈംസ് ഒന്ന് ജസ്റ്റ് യാന് പുള്ളി ചെയ്ത് ആ സ്റ്റിച്ചിൽ കൂടി ഒന്ന് എടുത്താൽ മതി. അപ്പോൾ അത് ടൈ ആയിക്കോളും. നമുക്കത് യാൻ കട്ട് ചെയ്ത് മാറ്റാം. ഒന്നുകൂടെ സെക്യൂറിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ടൈ ചെയ്യാം 2 അറ്റം കൂടി. പിന്നെ നമ്മുടെ ബാലൻസ് ആയിട്ടുള്ള യാണുണ്ടല്ലോ, നമ്മൾ ലാസ്റ്റ് വീഡിയോ തന്നെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നീഡിൽസ് വെച്ചിട്ട് അത് സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഹിഡൻ ചെയ്യാം. അപ്പോൾ അത് സ്റ്റിച്ച് കാണാതെ വരുന്ന നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് ജസ്റ്റ് ട്രിം ചെയ്ത് കളഞ്ഞാൽ മതി യാൺസ്. സോ നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഡ്രോ സ്ട്രിങ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇടാം. പിന്നെ നമുക്ക് ചെയിൻസ് ചെയ്യാം. ചെയിൻസ് നമ്മുടെ ലെങ്ത് അനുസരിച്ചിട്ട് നമുക്ക് ചെയിൻ ചെയ്യാം. നിങ്ങൾക്ക് അപ്പോൾ കുറച്ചുകൂടി അറിയണമെങ്കിൽ അതിൻ്റെ ആ ഒരു അറൗണ്ടിലൊന്ന് ചെയിൻ ചെയ്തിട്ട് വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ അറിയാൻ പറ്റും നമുക്ക് എത്ര ലെങ്ത് ആവശ്യമുണ്ടെന്ന്. അപ്പം ഞാനൊന്ന് എൻ്റെ പൗച്ചിലൊന്ന് അറൗണ്ട് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഓക്കെയാണ്, അത്യാവശ്യം ലെങ്ത് ഉണ്ട്. പിന്നെ കുറച്ചും കൂടെ നമുക്കൊരു ഇതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ചെയിൻ ആഡ് ചെയ്യാം. സോ ഞാൻ കട്ട് ചെയ്തു. നമുക്കതൊന്ന് ടൈ ആക്കാം എൻഡ് രണ്ടും.
അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡ് റോങ് സൈഡൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് തന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. രണ്ടും ഏകദേശം ഒരുപോലെ തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈഡ് ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അറ്റാച്ച് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഒരറ്റം നമ്മൾ ഔട്ട് സൈഡിലോട്ട് നമുക്ക് പുള്ള് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ആ ഒരു എഡ്ജ് കാണുന്ന സ്പേസിൽ നമുക്ക് എഗെയിൻ പുള്ള് ചെയ്ത് അപ്പുറത്തെ ജോയിൻ്റുള്ള ചെയിൻ എടുക്കാം പുറത്തോട്ട്. ഇനി നെക്സ്റ്റ് സൈഡിൽ നിന്ന് നമുക്ക് ആ ഒരു നേരത്തെ നമ്മൾ ചെയ്തെടുത്തത് നമുക്ക് പിന്നെ ഔട്ട് സൈഡിൽ എടുക്കാം. ഇങ്ങനെ നമ്മൾ സെയിം ബോത്ത് സൈഡ്സ് നമുക്ക് രണ്ട് സെയിം ചെയ്യുന്ന പോലെ സെൻറ്ററിൽ വരുന്ന പോലെ ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്ക് ഡ്രോ സ്ട്രിങ് കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ടൈ ചെയ്ത് പുള്ള് ചെയ്തെടുക്കാം 2 സൈഡ്സും. അപ്പോൾ നമുക്ക് ഡ്രോ സ്ട്രിങ്ങിൻ്റെ എൻഡിങ്ങിലുള്ള ആ ഒരു യാണ് നമുക്ക് ട്രിം ചെയ്ത് മാറ്റാം. അപ്പം നമ്മൾ ടൈ ചെയ്ത് ഇതാണ് നമ്മുടെ ഐറിസ് സ്റ്റിച്ച് പൗച്ച്. ഇത് അത്യാവശ്യം ബിഗിനേഴ്സിന് ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റിച്ചാണ്. നമ്മുടെ നോർമൽ ഡബിൾ ക്രോഷ്യയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നല്ല ഭംഗിയാണ്, നല്ല കളേഴ്സ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമ്മുടെ എപ്പിസോഡ് 4 കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ എപ്പിസോഡ് 5 വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.